നമസ്കാരം. നിങ്ങളുടെ പ്രദേശത്ത് ഒരു അക്ഷയ കേന്ദ്രം ആവശ്യമാണോ? ഇതിനായി എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് പരിചയപ്പെടാം. അക്ഷയ കേന്ദ്രം ആരംഭിക്കുന്നത് സർക്കാർ ഉത്തരവ് പ്രകാരമാണ്. ഇതിനായി നിങ്ങളുടെ ലൊക്കേഷൻ ആ ഉത്തരവിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് ആദ്യമായി അന്വേഷിക്കേണ്ടത്. ഇതിനായി അക്ഷയ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. നിലവിലെ സർക്കാർ ഉത്തരവിൽ നിങ്ങളുടെ പ്രദേശം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രത്തിനായി പുതിയ അപേക്ഷ ക്ഷണിക്കുമ്പോൾ നിങ്ങളുടെ ലൊക്കേഷൻ കൂടി പ്രസ്തുത ഇനത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്. നിങ്ങളുടെ പ്രദേശം ഈ ഉത്തരവിൽ ഉൾപ്പെട്ടിട്ടില്ല എങ്കിൽ ഇതിനായി അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അക്ഷയ ജില്ലാ പ്രൊജക്ട് മാനേജർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സംഘടനകൾക്കോ ഇത് സംബന്ധിച്ച അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിൽ അപേക്ഷ സ്വീകരിച്ച് ജില്ലാ പ്രൊജക്ട് മാനേജർ ബ്ലോക്ക് കോർഡിനേറ്റർമാരെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തുന്നതാണ്. പ്രദേശത്തെ കെട്ടിട ലഭ്യതയും സാമ്പത്തിക ഭദ്രതയും കൂടി ഇക്കാര്യത്തിൽ പരിഗണിക്കുന്നതാണ്. മറ്റു അക്ഷയ കേന്ദ്രങ്ങളുമായി പഞ്ചായത്തുകളിൽ 2 കിലോമീറ്ററും മുനിസിപ്പാലിറ്റികളിൽ 1.5 കിലോമീറ്ററും കോർപ്പറേഷനുകളിൽ 1 കിലോമീറ്ററും ദൂരപരിധി പാലിക്കേണ്ടതായിട്ടുണ്ട്. ബ്ലോക്ക് കോർഡിനേറ്റർ റിപ്പോർട്ട് അനുകൂലമെങ്കിൽ ജില്ലാ പ്രൊജക്ട് മാനേജർ ഡിജിറ്റൽ ഇ ഗവേണൻസ് സൊസൈറ്റിക്ക് ഇത് സമർപ്പിക്കുകയും ജില്ലാ കളക്ടർ ചെയർമാനായിട്ടുള്ള പ്രസ്തുത കമ്മിറ്റി അംഗീകരിച്ച് അക്ഷയ സംസ്ഥാന കാര്യാലയത്തിലേക്ക് സമർപ്പിക്കുകയും സംസ്ഥാന കാര്യാലയത്തിൽ നിന്നും ശുപാർശയായി ഗവൺമെന്റിലേക്ക് അയക്കുകയുമാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ലൊക്കേഷൻ സർക്കാരിൽ നിന്നും അംഗീകരിച്ചു വന്നാൽ പ്രസ്തുത ലൊക്കേഷനിൽ അക്ഷയ കേന്ദ്രം തുടങ്ങാനുള്ള അപേക്ഷ അക്ഷയ ജില്ലാ ഓഫീസ് ക്ഷണിക്കുന്നതാണ്. ബ്ലോക്ക് കോർഡിനേറ്റർ റിപ്പോർട്ട് പ്രതികൂലമെങ്കിൽ പ്രസ്തുത ലൊക്കേഷനിൽ കേന്ദ്രം ആരംഭിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം രേഖാമൂലം നിങ്ങളെ അറിയിക്കുന്നതാണ്.